ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളുടെ ഈ പേജിൽ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലെങ്ത് വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി. അപ്പോൾ നമുക്കൊരു സൺഡേ വ്ളോഗ് ആക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ സൺഡേയിലെ ആദ്യത്തെ പരിപാടി എണീറ്റാൽ നമുക്ക് കെറ്റിയിൽ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കും കേട്ടോ. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ചൂടുവെള്ളം ആട്ടോ ഇപ്പോൾ കുടിക്കാറുള്ളത്. എന്നിട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് പരിപാടിയാണ് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണം. അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ ആട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ ലുലുന്ന് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് ദോശയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ ഇത് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളതിൽ ഇച്ചിരി ഉപ്പും കുറച്ച് വെള്ളം ഒക്കെ ആഡ് ചെയ്തിട്ടാട്ടോ നമ്മൾ ദോശ ചുടാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നമുക്ക് ബാറ്ററായിട്ട് വാങ്ങാൻ കിട്ടുമ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ് കേട്ടോ, ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ. അപ്പം ഇതാണ് എൻ്റെ ദോശ. അപ്പോൾ ദോശ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെ ദോശ തിരിച്ചിട്ട് കൊടുക്കാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മൾ ചായ ഇവിടെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ കറിക്കുള്ളത് സെറ്റ് ചെയ്യണം. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യം വൻപയർ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് തൂമിക്കണം. തൂമിച്ചിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും കൂട്ടാനുള്ളതാണിത്. അപ്പോൾ നമ്മൾ പയർ തലേന്നേ വെള്ളത്തിലിട്ടുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ പയർ ഇത് അടിപൊളിയായിട്ട് വന്നിക്കണു. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഫിനിഷാക്കിയിട്ട് അപ്പോൾ നമുക്കിതൊക്കെ അടച്ച് വെച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഫിനിഷാക്കിട്ടോ. എൻ്റെ ദോശ കുറച്ച് കരിഞ്ഞു, പക്ഷെ എന്നാലും അഡ്ജസ്റ്റബിളാണ്. നമുക്ക് കഴിക്കാനല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് പിന്നെ അടുത്തുള്ളൊരു പരിപാടി കേട്ടോ, പാത്രം കഴുകൽ. കുക്കിങ്ങിൻ്റെ മൂടിയെ പോകുന്നത് ഈ പാത്രം കഴുകല്ല കേട്ടോ. അപ്പം നമുക്ക് ഈ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി പോവാം. ഇവിടെ ഇപ്പം നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് കേട്ടോ. അപ്പം നമ്മളെ സ്കിന്ന് എപ്പോഴും ഡ്രൈ ആയിട്ടാണ്. അതുപോലെ തന്നെ ഡാൻഡ്രഫൊക്കെ നമുക്ക് തലയിൽ ഇഷ്ടംപോലെ ഉണ്ടാകും. അപ്പം നമ്മൾ അതിനുള്ള റൊട്ടീനും കെയറൊക്കെ ചെയ്യേണ്ടതുണ്ട്. അപ്പം അതൊക്കെയാണ് കേട്ടോ സൺഡേയിലെ പരിപാടി. നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലഞ്ചിന് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കപ്പോൾ. ചോറും മോരുകറിയും മുട്ട വറുത്തും ചെറുപയറൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. ഞാൻ ആരെ വ്ളോഗാണ് കാണുന്നതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിലേക്ക് നല്ല മുളകച്ചാറ് എന്താ ഞാൻ ലുലുന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നല്ല എരിവുണ്ടാവും. എരിവ് ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രം വാങ്ങാം കേട്ടോ. പിന്നെ കുറച്ച് ഓറഞ്ചൊക്കെ തിന്ന് അങ്ങനെ ഈ ഒരു ഡേ അങ്ങനെ അങ്ങ് നമ്മൾ ഉറങ്ങി അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ എത്രയുള്ളൂ.